അവർ ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDFനാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ നിലപാടൊന്നും നോക്കിയല്ലോ ആരുടെയും പിന്തുണ നമ്മൾ സ്വീകരിക്കുന്നത്. അത് അദ്ദേഹം അത് തിരുത്തിയോ ഇല്ലയെന്ന് അന്വേഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കാർക്കുമില്ല, പ്രതിപക്ഷ നേതാവിനുമില്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അത് പ്രതിപക്ഷ നേതാവ് അത് പറയാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത്? പക്ഷേ അതുകൊണ്ട് ആ പിന്തുണക്കുന്നവരെയെല്ലാം ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ? അതിനകത്ത് എവിടെയാ അർത്ഥം? അല്ല, അത് നിങ്ങൾ അദ്ദേഹത്തോട് ഇതിനകത്ത് വ്യക്തമാണ്. ഇതൊക്കെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ തരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല. UDFിൻ്റെതായിട്ടുള്ള ലൈനുണ്ട്, കോൺഗ്രസിൻ്റെതായ ദേശീയ ലൈനുണ്ട്. ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ഇല്ല.